कोई नहीं है भाई. भाई चलो भाई चलो आओ भाई. चुप चुप के मारता है साला. धैर्य उണ്ടെങ്കിൽ മുന്നിൽ വാടാ. ഇത്രയും നേരം എന്നെ കാത്തുനിന്ന എന്റെ സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, ശത്രുമിത്രങ്ങളെ എല്ലാവർക്കും എന്റെ നല്ല നമസ്കാരം. സുഖമായിരിക്കുന്നോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുന്നതിന്റെ ത്രില്ലൊന്ന് വേറെയാട്ടാ. കോനെ ബേ സാലേ തൂ സാലേ കുത്തേ കമീനെ വാടാ. കഴിഞ്ഞ നീ സകല അസഭ്യവും എന്നെ പറഞ്ഞു കാണും. ലൈഫിൽ 2 കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒന്ന്, ഓവറായി സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്, ഓവറായി സംസാരിക്കുന്നത് കേൾക്കാനും പാടില്ല. സോ ഡയലോഗ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ, കർമ്മം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്റേതും. ഇപ്പൊ നീ ഡയലോഗ് അടിച്ചു, കർമ്മം ഞാൻ നടത്താം. ജനമാണ് സംസാരിക്കേണ്ട മോനെ, നമ്മളെ പറ്റി, നമ്മളല്ല. അതുകൊണ്ട് നീ
അസ്സലാമലൈക്കും ബഷീർ ഭായ്. ഈ നഗരത്തിന്റെ സുൽത്താൻ ബഷീർ ഭായ് ലോറി കയറിയ തവള പോലെയായി. ഉറങ്ങാണോ അതോ കുടഞ്ഞതോ? ഓ വിശ്രമിക്കാണ്ടോ? വീട് കിടത്തിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ല. ചവിട്ടി എല്ലാവരും ഞാൻ എടുത്തോണ്ട് പോടോ. വേഗം എടുത്തോണ്ട് പോടോ. ഒരുത്തനെ വിടരുത്, എല്ലാവരും വലിച്ചു കയറ്റും. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഡോയ് നിനക്കെന്താടാ പറ്റിയ? എണീപ്പിച്ച് വിടറോ പിന്നെ. എണിക്ക് പതുക്കെ എണിക്ക്. പതുക്കെ പതുക്കെ സാർ കുറച്ച് വെള്ളം തരുമോ ഈ ഏരിയയിൽ ചാരായം മാത്രമേ കിട്ടത്തുള്ളൂ. വെള്ളം കിട്ടാൻ ഒരു വഴിയും ഇല്ല. നിന്നെ ആരാടാ അടിച്ചേ? അവനാ സാർ. അവനെന്ന് വെച്ചാ? സാർ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിവിടെ എത്തി. ബഷീറിനെയും കണ്ടു, പണത്തെയും കണ്ടു സാർ. അവൻ രക്ഷപ്പെട്ടു പോകാതെ കഷ്ടപ്പെട്ട് ഞാൻ അവനെ പിടിച്ചു സാർ. അപ്പൊ അവൻ വന്നു സാർ. ആര് വന്നു? എന്നെ തല്ലിച്ചതച്ചു. തല്ലിച്ചതച്ച്? ക്യാഷ് ക്യാഷ് അവൻ അടിച്ചോണ്ട് പോയി സാർ. ദൈവമേ, ആരടാ അവൻ? ശിവ സാർ. ശിവ സാർ. ഏയ് ശിവ ചത്തുപോയില്ലേ? ആ കേസിലല്ലേ പഴയ ACP ജയിലിലായത്. അദ്ദേഹത്തിന് പകരമല്ലേ ഇദ്ദേഹം വന്നത്. പിന്നെ എവിടുന്നാ ശിവ അവൻ വരുന്നത്? വന്നു സാർ. വന്നിട്ടല്ലേ എന്നെ നായ തല്ലുന്നോളെ തല്ലിയത്. അനിയനെന്ന് പോലും നോക്കാതെ ദാ ഇവിടെ നോക്കിയ സാർ. ദാ കണ്ട, ദാ ഇത് കണ്ടോ? നിന്റെ വെളച്ചിൽ അവിടെ കാണിക്കടാ. സാറേ നിങ്ങൾ നോക്ക്. ദാ ഇത് കണ്ടോ? മാറി നിൽക്കണം അങ്ങോട്ട്. സാർ ക്യാഷ് എവിടുന്ന് ചോദിക്കും സാർ. സാർ ക്യാഷ് ജിന്താത്ത ആയിപ്പോയി സാർ. ഏയ് ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇത് അവന്റെ ഇറക്കുന്നടോ ഓൺ ബാനർ. ഓ ആ സാർ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ 10 പേരെ തല്ലാൻ പണം തന്നു. വന്നു നോക്കുമ്പോ ഇവിടെ 30 പേരുണ്ട്. ബാക്കി പേയ്മെന്റ് എപ്പോ തരുന്നു? ആ നിന്റെ തലയിൽ ഇടുത്തി വീഴും. അവരെ ശിവ തല്ലിന്ന് നീ പറഞ്ഞു. പിന്നെ എന്തിനാ നിനക്ക് ഞങ്ങൾ പൈസ തരുന്നത്? സാർ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കരുത് സാർ. സാർ ഇത് ശരിയല്ല സാർ. നിങ്ങൾ നിയമം പാലിക്കേണ്ടവരാ. പാവങ്ങളുടെ വയറ്റത്ത് അടിക്കല്ലേ സാർ. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് സാർ. ബാലൻസ് എന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ വലിയ സഹായമാകും സാർ. പ്ലീസ്. നായ തല്ലുന്നു തല്ലി സാർ. വിടരുത് സാർ അവിടെ. ഞാൻ പോവാണ് സാർ. പേയ്മെന്റ് മറക്കല്ലേ. കാണാം. നായ തല്ലുമ്പോൾ എന്നെ തല്ലിയവൻ. സാർ എന്ത് എക്സ്ട്രാ ഓർഡിനറി ആക്ടിംഗ് ആണ് സാർ. എന്റെ ഇൻഫ്ലുവൻസ് പ്രയോജനപ്പെടുത്തി നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുക്കണം സാർ. ഏയ് സ്റ്റേറ്റ് അവാർഡ് പോരാ, ആ നാഷണൽ അവാർഡ് തന്നെ വേണം. അതെന്തെങ്കിലും ആവട്ടെ സാർ. അല്ലെങ്കിലും അവൻ ഡ്രാമ കളിക്കുകയാണെന്ന് സാറിന് തോന്നുന്നില്ലേ? കളിക്കുന്നത് ഡ്രാമയാണടോ, തോന്നുന്നതല്ല. ഡ്രാമ തന്നെ. പിന്നെ എന്തിനാ സാർ അവനെ വെറുതെ വിട്ടത്? അക്കൗണ്ടിൽ ഇല്ലാത്ത പണം നമ്മളെക്കാൾ അവന്റെ കയ്യിലുള്ളതാ നല്ലത് സാർ. ആ രൂപയുണ്ടല്ലോ മറ്റുള്ളവർക്ക് സഹായമാകുന്നല്ലാതെ അവന്റെ പോക്കറ്റിൽ പോയില്ല. കില്ലാടിയാണ്, കേടിയല്ല.